MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ദൃശ്യമാധ്യമ പുരസ്കാര സമർപ്പണമാണ്. MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് അർഹനായത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ PG സുരേഷ് കുമാർ അവർകളാണ്. MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ദൃശ്യമാധ്യമ പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്ക് ശ്രീ PG സുരേഷ് കുമാറിനെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാന്യനായ ജസ്റ്റിസ് N നാഗരേഷ് സാറിനെയും ജസ്റ്റിസ് CK അബ്ദുൾ റഹീം സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറുവാക്കിനായി ശ്രീ PG സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ക്ഷമയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യരെ, കേരളത്തിന് നവോത്ഥാന മൂല്യവും ആത്മീയ ചൈതന്യവും നൽകിയ ഒരു പുണ്യസ്ഥലത്ത് നടക്കുന്ന മനോഹരമായ ചടങ്ങിൻ്റെ ഏതാണ്ട് പ്രധാന ഭാഗം പിന്നിടുകയാണ്. സാധാരണ നിലയ്ക്ക് പുരസ്കാരത്തിനോ അംഗീകാരത്തിനോ ചടങ്ങിനോ ക്ഷണിക്കുമ്പോൾ സ്നേഹപൂർവ്വം അത് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുകയാണ് പതിവ്. അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു വലിപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, പലപ്പോഴും നേരമോ സമയമോ കാലമോ നിശ്ചയിച്ച് ഒരു സ്ഥലത്തെത്തുക പ്രയാസമാണ് തൊഴിൽപരമായ സമ്മർദ്ദം കൊണ്ട്. പക്ഷേ ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഔദ്യോഗികമായ ഒരു ക്ഷണം എഡിറ്റോറിയൽ വിഭാഗത്തിൻ്റെ അനുമതി വാങ്ങണം ഞങ്ങൾക്ക് എല്ലാ പുരസ്കാരവും സ്വീകരിക്കാൻ. അതൊഴികെ സന്നദ്ധത അറിയിച്ച് ഞാൻ അപ്പോൾ തന്നെ പൂർണ്ണ മനസ്സോടെ ഈ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. 2 കാരണത്താലാണ്. ഒന്ന്, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ആരാധിക്കാൻ പോലും അർഹതയില്ലാത്ത വിധം നമ്മൾ ബഹുമാനിക്കുന്ന ആ 2 അക്ഷരത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം. 2, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി എങ്ങനെയാകണം ഒരു സംഘടന മുന്നോട്ട് പോകേണ്ടത്, ഒരു ഫൗണ്ടേഷൻ പോകേണ്ടതെന്ന് വളരെ അർത്ഥപൂർണമായി മാതൃകാപരമായി സംഘടിപ്പിക്കുന്ന ചടങ്ങായതുകൊണ്ട് ചരടുകളില്ലാത്ത വളരെ ആത്മാർത്ഥതയോടെയും വളരെ സുതാര്യമായി നടക്കുന്ന ഒരു ചടങ്ങാണെന്നുള്ള ബോധ്യം കൊണ്ടും അതിലേറെ എനിക്ക് വ്യക്തിപരമായി ഈ അവാർഡ് സ്വീകരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം തികച്ചും യാദൃശ്ചികമാണ്. ശ്രീ VS രാജേഷ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. 1996-97 ഒരു മാധ്യമ വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്തെത്തുമ്പോൾ പാർട്ട് ടൈമായി കേരള സർവകലാശാലയിൽ ഒരു വിദൂര വിദ്യാഭ്യാസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു നിലയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് നോക്കാം എന്ന് നിൽക്കുന്ന സമയത്താണ് പഠനത്തോടൊപ്പം പാർട്ട് ടൈമായി ഇന്ത്യക്ക് പുറത്തിറങ്ങുന്ന ഒരു പത്രത്തിൻ്റെ 4 പേജുകൾ കേരളത്തിൽ നിന്ന് തയ്യാറാക്കുന്നതിൽ ശ്രീ VS രാജേഷാണ് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ജോലികളിൽ ഒരു ട്രെയിനി ആയി ഒരാളുടെ സഹായം ആവശ്യമുണ്ടെന്നറിയുന്നതും ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതും അന്നു മുതൽ തുടങ്ങിയ ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഇന്നോളം 28 വർഷമായി. അങ്ങനെ മുണ്ടിൻ്റെ തുമ്പെടുത്ത് കുത്തി കുഴിക്കളരിയിലേക്ക് ചാടിയിറങ്ങിയ ഒരു മാധ്യമ വിദ്യാർത്ഥിക്ക് ആദ്യത്തെ അടവ് പറഞ്ഞു തന്ന ഗുരുക്കൾക്കൊപ്പമാണ് ഞാൻ ഇന്ന് ഈ അവാർഡ് വാങ്ങുന്നത്. വ്യക്തിപരമായി എനിക്കതിലേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദിയിലേ അത് പറയാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വന്നാലും ഏറ്റവും സങ്കടം വന്നാലും ഞാനും ശ്രീ VS രാജേഷും മറുതലയ്ക്കൽ വിളിക്കുന്ന ആദ്യത്തെ നമ്പർ ഉറ്റ ബന്ധുക്കൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനു മുമ്പ് പരസ്പരമാണ്. അതുകൊണ്ട് ഏറെ വ്യക്തിപരമായി സന്തോഷം കൂടിയുണ്ട്. അതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ആരെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രശസ്തർക്ക് എപ്പോഴും അംഗീകാരം അവരെ തേടിയെത്തും. പക്ഷേ പ്രതിഭകളെ തേടി അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമാണ്. ഇവിടെ പ്രതിഭകളെ തേടി അംഗീകരിച്ചു എന്നുള്ളതിൽ ഞാൻ ഈ ഫൗണ്ടേഷനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ ഈ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായി ചടങ്ങിന് ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.